കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ബിടെക് കഴിഞ്ഞിട്ടും അതുപോലെ ബികോം കഴിഞ്ഞിട്ടും കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് ഒരുമിച്ചിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ ഒരു 8-10 ആളുകളൊക്കെ ഒരുമിച്ചായിരിക്കും വരാം കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അടുത്ത് വരും, ഒരു അപ്പോയിൻമെന്റ് ഒക്കെ എടുത്ത് വരും, വന്നിട്ട് പറയും ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഇങ്ങനെ കോളേജ് കഴിഞ്ഞ് ഒരുമിച്ച് ഇറങ്ങിയ ഫ്രണ്ട്സാണ്, ഞങ്ങൾക്ക് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഡീറ്റെയിൽ ചോദിക്കുമ്പോൾ നോർമലി പലപ്പോഴും ഈ പുതിയ എന്താ പറയുക ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും പല ആളുകളും ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവരോട് ആദ്യം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് തുടങ്ങാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ചെയ്യാം, കമ്പനിക്ക് രജിസ്റ്റർ ചെയ്യാം, അതിനു മുന്നേ നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു എഗ്രിമെന്റ്, ഒരു MOU പോലെ, ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ തമ്മിലൊരു ടേംസ് ഉണ്ടാക്കുക. അതായത് ഏതൊക്കെ ഏരിയാസ് ആണ് ഓരോരുത്തർ ഹാൻഡിൽ ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തർ എത്ര ഫണ്ടാണ് ഓരോരുത്തരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഇനി റിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം എത്ര ഡേയ്സ് നിങ്ങൾ ഇതാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് നിങ്ങൾ തമ്മിലൊരു പരസ്പര ധാരണ നിങ്ങൾ തമ്മിൽ എഴുതി ഉണ്ടാക്കണം. അപ്പൊ ഇത് പറയുന്ന സമയത്ത് പലപ്പോഴും പറയാം, അയ്യോ സാറെന്താ അങ്ങനെ പറയുന്നത്, ഞങ്ങളൊക്കെ ഒരു പാത്രത്തിലുണ്ട്, ഒരു പായല് കിടന്നുറങ്ങുന്ന ആൾക്കാരാണ്, അങ്ങനെയൊന്നും ഒരിക്കലും നോക്കരുത്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അപ്പോൾ ഓക്കെ ഞാൻ എന്താ കുഴപ്പമില്ല, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കോ. അങ്ങനെ കമ്പനിക്ക് തുടങ്ങി രജിസ്റ്റർ ചെയ്യും. ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു പാർട്ണർ വിളിക്കും, എനിക്കൊന്ന് മീറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ എൻ്റെ പാർട്ട്നേഴ്സ് എന്തായാലും ഞാൻ ഒറ്റയ്ക്കാണ് പറയും, ഓക്കെ എന്നാൽ വന്നോളൂ പറയും. ഇപ്പോൾ വരുമ്പോഴേക്കും പറയാം, സാറ് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കാണ് ഞാനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, മറ്റൊരൊന്നും തീരെ ഇതിൻ്റെ മുകളിൽ ഇൻവോൾവ് അല്ല, അവരൊക്കെ കുട്ടികളെയാണ് ഇതിങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. പിന്നെ അടുത്ത ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത ആൾ വരും. അടുത്ത ആൾ വന്നാൽ ഈ പറഞ്ഞ ആൾക്കാരെ പറ്റി കുറ്റമായിരിക്കും മൂപ്പർക്ക് പറയാനുണ്ടാവും. ഇത് കഴിയുമ്പോൾ ഓരോരുത്തർ പറയും വീട്ടിൽ ഭയങ്കര പ്രഷറാണ്. കാരണം പല ആൾക്കാരും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ലക്ഷങ്ങൾ ഇങ്ങനെ അക്കൗണ്ടിലേക്ക് വരും എന്നുള്ളൊരു ചിന്താഗതി പല ആളുകൾക്കുണ്ട്. ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് ഒന്നും എടുക്കാൻ പറ്റിക്കോണമെന്ന് പോലും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ ഫാമിലി റൺ ചെയ്യിക്കാനുള്ള ഒരു എക്സ്പെൻസ് നിങ്ങൾ മാത്രമാണ് സോഴ്സ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബിസിനസ് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് അതൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് നിങ്ങൾ തുടങ്ങാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ തുടങ്ങാനുള്ള വ്യക്തികൾ തമ്മിൽ പരസ്പരം ധാരണ, അത് എഗ്രിമെന്റ് ആയിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾ സ്റ്റാമ്പ് പേപ്പർ വാങ്ങി എഗ്രിമെന്റ് തന്നെ ചെയ്യാം. ഏതൊക്കെ ഏരിയയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇത്ര വർഷത്തേക്ക് ഞാൻ വേറെ ജോലിക്കൊന്നും പോരാ, ഇതിന്റെ മുകളിലേക്ക് മാത്രമേ ഞാൻ ഇരിക്കുകയുള്ളൂ, ആ രീതിയിലൊരു എഗ്രിമെന്റ് ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാം.